ചിരിക്കപ്പുറം ഒരു കനൽ വഴിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ നാം കണ്ട് ചിരിച്ചും ഷെയർ ചെയ്തും വൈറലാക്കിയ പല ദൃശ്യങ്ങൾക്കും പിന്നിൽ ചിലപ്പോൾ ആരും കാണാത്ത കണ്ണുനീരിൻ്റെ കഥയുണ്ടാകും. അത്തരത്തിൽ ഒന്നായിരുന്നു വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടെ ഒരാൾ റോഡിൽ വീഴുന്ന ദൃശ്യം. ആ വീഡിയോ കണ്ട് ഒരു വലിയ സമൂഹം ചിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വേദന അനുഭവിച്ച മനുഷ്യനെയാണ് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത്. വാഴ 2 എന്ന സിനിമയിലൂടെ നടൻ ബിജുക്കുട്ടൻ ഈ രംഗം പുനരാവിഷ്കരിച്ചതോടെയാണ് ആ ചിരി ഒരു വലിയ നോവായി മാറിയത്. യഥാർത്ഥത്തിൽ ആ വീഡിയോയിലുള്ളത് ഷിബിൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ എത്രത്തോളമുണ്ടെന്ന് ആ സിനിമയിലെ വൈകാരികമായ രംഗം പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു. തൻ്റെ അനിയൻ തമാശക്കായി പങ്കുവച്ച ഒരു വീഡിയോ വർഷങ്ങളോളം ഷിബിൻ്റെ ജീവിതത്തിൽ കരൽനിഴൽ വീഴ്ത്തുകയായിരുന്നു. ലോകം മുഴുവൻ ആ വീഡിയോ കണ്ട് ആർത്തു ചിരിക്കുമ്പോൾ ഷിബിൻ എന്ന മനുഷ്യൻ തൻ്റെ സ്വകാര്യതയിലേക്കും സങ്കടങ്ങളിലേക്കും ഉൾവലിയുകയായിരുന്നു. ഇയാൾ മദ്യപിച്ചതാണോ എന്ന പരിഹാസ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഓരോ ദിവസവും തകർത്തുകൊണ്ടിരുന്നു. എന്നാൽ കാലം കാത്തുവച്ച നീതി മറ്റൊന്നായിരുന്നു. വാഴ എന്ന സിനിമയിലൂടെ ആ പഴയ വീഡിയോ വീണ്ടും ചർച്ചയായപ്പോൾ ഷിബിൻ ആദ്യം ഭയപ്പെട്ടെങ്കിലും ചിത്രം അദ്ദേഹത്തിന് നൽകിയത് വലിയൊരു അംഗീകാരമായിരുന്നു. സിനിമ ഇറങ്ങിയതോടെ പരിഹാസങ്ങളല്ല, മറിച്ച് ആ ദൃശ്യത്തിന് പിന്നിലെ യഥാർത്ഥ സാഹചര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഷിബിൻ നേരിട്ട മാനസിക പ്രയാസങ്ങൾ എല്ലാവരിലേക്കും എത്തിയതോടെ പരിഹാസത്തിന് പകരം സഹതാപവും സ്നേഹവും അദ്ദേഹത്തിന് ലഭിച്ചു. സിനിമയിലെ പാട്ട് വൈറലായതോടെ ബിജുക്കുട്ടനെ നേരിൽ കാണാൻ ഷിബിൻ എത്തിയത് വലിയൊരു വാർത്തയായി. ഓരോ വിഷു വരുമ്പോഴും ഈ വീഡിയോ വീണ്ടും പൊങ്ങി വരുന്നത് അദ്ദേഹത്തെ വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലാക്കി. ജീവിതം അടുത്ത് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നുവെന്ന് ബിജുക്കുട്ടനെ കാണാനെത്തിയപ്പോൾ ഷിബിൻ വെളിപ്പെടുത്തി. സിനിമ കണ്ടിറങ്ങിയ ഷിബിൻ്റെ മകൻ ജോലി സ്ഥലത്തു നിന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛനും അമ്മയും ഈ സിനിമ തീർച്ചയായും കാണണം. സിനിമ കണ്ടതോടെ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന ടെൻഷനും സങ്കടവും പടിയിറങ്ങിപ്പോയെന്നും മനസ്സ് ശാന്തമായെന്നും ഷിബിൻ പറയുന്നു. താൻ നേരിട്ട അപമാനത്തിന് സിനിമയിലൂടെ ലഭിച്ച അംഗീകാരമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഇത്രകാലം ഉണ്ടായ പേടിയും ടെൻഷനുമെല്ലാം പെട്ടെന്ന് പോയ പോലെ ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതേപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞതായി ബിജുക്കുട്ടൻ കുറിച്ചു. സൈബർ ഇടങ്ങളിലെ അനാവശ്യമായ പരിഹാസങ്ങൾ ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്നതിൻ്റെ വലിയ ഉദാഹരണമായി ഷിബിൻ്റെ ജീവിതം മാറി. സിനിമ കേവലം വിനോദം മാത്രമല്ലെന്നും അത് ഒരാൾക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ഉപാധി കൂടിയാണെന്നും ഈ അനുഭവം നമുക്ക് കാട്ടിത്തരുന്നു.